നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവാണ് ഇന്ന് നമ്മുടെ ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോർണിംഗിൻ്റെ സെഗ്മെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ശോഭാ സുരേന്ദ്രനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശോഭാ സുരേന്ദ്രൻ നമ്മുടെ വേദിയിലേക്ക്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. മോർണിംഗ്, വളരെ സന്തോഷം. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു ഈ വേദിയിലേക്ക് അങ്ങയെ കൊണ്ടുവരണമെന്ന്. പക്ഷേ പലവിധമായ അങ്ങയുടെ തിരക്കും മറ്റ് കാരണങ്ങളും കൊണ്ടൊന്നും നടക്കാതെ പോയി. ഇപ്പോൾ പുതിയൊരു പദവി കൂടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. കഴിഞ്ഞ സമയത്തിൽ നിന്നും കുറേ കൂടി ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് തീവ്രമായിട്ട് കേരളത്തിലെ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ഞാനും ആഗ്രഹിക്കുന്നു. തീർച്ചയായും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതും BJP അത്രയും ഒരു വനിതാ പ്രാതിനിധ്യമൊക്കെ കണക്കിലെടുത്ത് അങ്ങേ പുതിയൊരു ദൗത്യം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 വലിയ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ സംസ്ഥാനം നേരിടാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. എങ്ങനെയാണ് പുതിയ പ്ലാനും, പുതിയ ടീമാണ്, പുതിയ പ്ലാൻ, പുതിയ പദ്ധതികൾ, പുതിയ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു പതിറ്റാണ്ട് പോരാ, ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ട് കാലഘട്ടമായിട്ട് ദേശീയ തലത്തിലും അതുപോലെ തന്നെ കേരളത്തിലും സ്ത്രീകൾക്ക് ധാരാളം അവസരങ്ങൾ നൽകുക എന്നുള്ളതിന് വേണ്ടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണഘടനയിൽ തന്നെ പൊളിച്ചെഴുത്ത് നടത്തണം എന്ന് ആദരണീയനായിട്ടുള്ള ശ്രീ ലാൽകൃഷ്ണ അദ്വാനിജിയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിജിയും ഒക്കെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഭരണഘടനയിൽ മാറ്റമുണ്ടായി. ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ അതിൻ്റെ സൂചകങ്ങൾ വന്നു. ആദരണീയമായിട്ടുള്ള നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനെ പോലെയുള്ള ആളുകൾ, അതുപോലെ സുഷമ സ്വരാജ് ശ്രീമതി സുഷമ സ്വരാജിനെ വളരെ ആഴത്തിലുള്ള ആദരവോടുകൂടിയിട്ട് ഞാൻ ഓർക്കുകയാണ്. നിരവധിയായിട്ടുള്ള സ്ത്രീ നേതാക്കൾ ദേശീയ തലത്തിൽ സ്മൃതി ഇറാനിജിയെ പോലെയുള്ള ആളുകൾ ഒരുപാട് ആളുകളെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും പുരുഷനോടൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവർ കഴിവ് തെളിയിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കുകയാണ്. കേരളത്തിലും ആദരണീയനായിട്ടുള്ള ശ്രീധരൻപിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് കാലം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പൊസിഷനിൽ ഇരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് അതുപോലെ തന്നെ ശ്രീമാൻ കുമ്മനം രാജശേഖരൻജിയോടൊപ്പവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതിയൊരു പദ്ധതി അല്ലെങ്കിൽ പുതിയൊരു പ്ലാൻ എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളൊരു പ്രവാഹമാണ്. അതായത് മാരാർജി മുതൽ O രാജഗോപാൽജിയും അതുപോലെ തന്നെ ഇന്ന് തൃശ്ശൂർക്കാരനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വന്ന, ഇപ്പോൾ വളരെ വലിയ രീതിയിലൊന്നും പ്രായാധിക്യം കൊണ്ട് യാത്ര ചെയ്യുന്നില്ല എങ്കിലും ശ്രീധരൻ മാസ്റ്റർ, അതുപോലെ ശ്രീധരൻപിള്ള സാർ, ഇങ്ങനെ വളരെ വലിയ ഒരു ടീം ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വരികയും അവരോടൊപ്പം പുതിയ ആളുകൾ, ഈവൻ കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ സുരേന്ദ്രൻ വരെയുള്ള ആളുകളിൽ നിന്ന് പിന്നീട് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജിയിലേക്ക് ഈ ടീം എത്തി എന്ന് പറയുന്ന സമയത്ത് അത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിലോ ഞങ്ങളുടെ നീക്കുപോക്കുകളിലോ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ടീം മുന്നോട്ട് പോവുകയാണ്. വികസിത കേരളം എന്നുള്ളതാണ് ആ മുദ്രാവാക്യം. ആ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം അത് ഞങ്ങൾ പ്രദർശിപ്പിച്ച് കാണിച്ചിട്ടില്ലെങ്കിലും അത് തന്നെയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം, അത് തന്നെയായിരുന്നു സമൂഹത്തിന് ആവശ്യം. ആ ആവശ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങളുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടീം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും മാത്രം ചേർന്നതല്ല ടീം. കഴിഞ്ഞു പോയ സമയത്തെ ഈ പാർട്ടിയെ നയിച്ചവർ, അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും ഇന്നത്തെ ജില്ലാ പ്രസിഡന്റ്, ആ ജില്ലാ പ്രസിഡന്റിലേക്ക് ഈ പ്രസ്ഥാനത്തെ എത്തിച്ച മുൻ ജില്ലാ അധ്യക്ഷന്മാർ, നിയോജകമണ്ഡലമാണെങ്കിൽ നിയോജകമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിലേക്ക് മുൻ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച് എത്തിച്ച ആളുകൾ, അവരെ എല്ലാവരെയും കാതലായ പ്രവർത്തകന്മാരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക, യുവ നേതാക്കന്മാർക്ക് കൂടുതൽ അവസരം കൊടുക്കുക, ചർച്ചകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ശ്രീമാൻ നരേന്ദ്രമോദിജി പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ നേതാവ്
അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക അവർ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ ജോലിക്കാരനെ പോലെ ജനങ്ങൾക്ക് മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുക. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് നാളിതുവരെ നടത്തിക്കൊണ്ടുവന്നതും. വ്യക്തമാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പുറത്തേക്ക് അകത്ത് പാർട്ടിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഇപ്പോൾ പുതിയ ഭാരവാഹി പട്ടികയൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം സുരേന്ദ്ര മുരളീധര പക്ഷങ്ങളുണ്ട്, അവരെയൊക്കെ വെട്ടി, അവരെ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല, അവരുടെ ആളുകളെയൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പ്രചരിക്കുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ യുവമോർച്ച, മഹിളാ മോർച്ച പുനഃസംഘടനകളിലും ഇതേ കാര്യങ്ങൾ, ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് നേതൃത്വം പുലർത്തുന്നു, അവിടെയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്നത് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? നോക്കൂ, വാർത്തകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും മാധ്യമങ്ങൾ അവർക്ക് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയെടുക്കുന്നതോ അതെന്തോ ആവട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരാൾ പുതുതായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു എന്നതിനർത്ഥം കഴിഞ്ഞ കാല പ്രസിഡന്റുമാരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ അല്ല. ആ രീതിയിൽ അടിവരയിട്ടുകൊണ്ടാണ് വാർത്തകൾ അധികവും ദൗർഭാഗ്യവശാൽ കേരളത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് വളരെ ഖേദകരമാണ്. കാരണം മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ കോർ കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളിൽ അഖിലേന്ത്യാ നേതൃത്വം അഭിപ്രായം പറയുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഈ പാർട്ടിയുടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള തന്നിഷ്ടത്തിന് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി തന്നെ നമുക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ ജനാധിപത്യ പാർട്ടിയാണ്. ഞാനും കേരളത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്കറിയാം, കാരണം ഒരു കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ കൃത്യത വേണമല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ ചിലപ്പോൾ ചില ആളുകൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് വന്നു എന്ന് വരാം, ചില ആളുകൾക്ക് ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചർച്ചകൾ ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടി ഒരു ഒരു ഇരുമ്പ് മറയിട്ട പ്രസ്ഥാനമല്ല. ഞങ്ങളത് ചർച്ച ചെയ്യും. അതിനകത്ത് മനുഷ്യസഹജമായ രീതിയിൽ ധാരാളം തീവ്രമായിട്ടുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ അതെല്ലാം ചേർന്നുകൊണ്ട് ഇതൊരു സ്വേച്ഛാധിപത്യ പാർട്ടിയല്ല. ആ ചർച്ചകളും ചിന്തകളും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ ഉചിതമായ രീതിയിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് തത്തുല്യമായിട്ടുള്ള ഒരു പോസ്റ്റ്, ആ പോസ്റ്റിൽ ഇരിക്കാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ, അതിന് തത്തുല്യമായിട്ടുള്ള മറ്റൊരു പദവിയിലേക്ക് ആ വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് മാത്രമേ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെ പ്രസ്ഥാനം ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നും തന്നെ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ BJP സംബന്ധിച്ച് BJP കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് മത്സരിച്ച പല സ്ഥലങ്ങളിലും എടുത്താൽ കണ്ടിന്യൂ ആയിട്ട് വോട്ട് ഉയർന്നു വരുന്നതാണ്. ഇപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ആലപ്പുഴയാണെങ്കിലും പാലക്കാട് നോക്കിയാണെങ്കിൽ, നേമത്ത് നോക്കിയാൽ, ആറ്റിങ്ങൽ നോക്കിയാലൊക്കെ BJP ഈ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ശതമാനം കാലങ്ങളായി വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. ഒരിക്കലും താഴോട്ട് പോകുന്നില്ല, അത് വർദ്ധിച്ചു വരുന്നു. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഈ പല വിധமான ചർച്ചകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ വോട്ടിനെ ബാധിക്കുന്നുണ്ടോ? ഈ സീറ്റുകൾ നിലനിർത്താൻ അല്ലെങ്കിൽ ആ ഒരു വോട്ട് ശതമാനത്തെ അതേപോലെ നിലനിർത്താൻ BJPക്ക് കഴിയാതെ വരുന്നുണ്ടോ? എന്തുകൊണ്ടാവും ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പാർട്ടിയിൽ ഇങ്ങനെ പല വിധமான ചർച്ചകളും അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളും അത് പുറത്തേക്കുമൊക്കെ വ്യാപിക്കുന്നത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അല്ല, ഇത് നോക്കൂ, കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ചർച്ചകളാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ ലീഡറായിട്ട് ശ്രീമാൻ അച്യുതാനന്ദനാണ് പ്രവർത്തിച്ചത്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചകളും ചിന്തകളും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പങ്കുവച്ചത് അതേ പ്രസ്ഥാനത്തിനകത്തുള്ള സഖാവ് അച്യുതാനന്ദനാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി പദവിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചകൾ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാധ്യമ സുഹൃത്തുക്കൾ, ഞങ്ങൾ എപ്പോഴും പറയും, മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് എന്നെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഉദാഹരണം ഞാൻ പറയാം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ. അസംബ്ലിയിൽ അന്ന് 10 വർഷത്തോളം പാർലമെൻറ്റിൽ ജനപ്രതിനിധിയായിരുന്ന
ശ്രീമാൻ കൃഷ്ണദാസ്, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ പ്രചണ്ഡമായിട്ട് അന്ന് കൊട്ടിഘോഷിച്ചത് ശ്രീമാൻ കൃഷ്ണദാസ് പാലക്കാട് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. ശോഭാ സുരേന്ദ്രന് അവിടെ പാലക്കാട് ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് വിജയിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ചർച്ചകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ ഞങ്ങളുടെ അകത്തുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ചില കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ചർച്ചകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചകളോടൊപ്പം അതിനെ പെരുപ്പിച്ച് വർദ്ധിപ്പിച്ച് BJPയുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾക്ക് ഒരു കവചമായിട്ട് ചില മാധ്യമങ്ങളെങ്കിലും പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പഴയ കേരളത്തിൻ്റെ റിപ്പോർട്ടിംഗ് നോക്കിയാൽ അറിയാം. എന്നാൽ ജയിക്കുമെന്ന് പറഞ്ഞ് ശ്രീമാൻ NN കൃഷ്ണദാസ് 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. പിന്നീട് അവിടെ നമ്മൾ കാണുന്നത് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് വോട്ടുകൾ, അവരുടെ എത്രയോ 10,000-കണക്കിന് വോട്ടുകൾ അവിടെ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ BJP 2ാം സ്ഥാനത്ത് വന്നു. ഞാൻ മാത്രമല്ല, ശ്രീമാൻ കുമ്മനം രാജശേഖരന് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ശ്രീ സുരേന്ദ്രന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ 6 പേരെ കേരളം നിയമസഭയുടെ പുറത്തു നിർത്തിയത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അവസാന ഘട്ടത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. ഇത് പലപ്പോഴും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിയമസഭയ്ക്കകത്ത് ഞങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എന്നാൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളത്തിന് നഷ്ടമുണ്ടായി. നോക്കൂ, കേന്ദ്രം നികുതി ഇനത്തിൽ UPA ഗവൺമെന്റ് 2004 മുതൽ 2014 വരെ കേരളത്തിന് കൊടുത്തത് 46,303 കോടി രൂപയായിരുന്നു. എന്നാൽ ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 2014 to 2024 കൊടുത്തത് 1,50,140 കോടി രൂപയാണ്. 1,50,140 കോടി രൂപ ഈ NDA ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. 224% വർധനവുണ്ടായി. ഇത്രയും തുക കേരളത്തിലേക്ക് കിട്ടിയിട്ട് അത് നിയമസഭയിൽ ഒന്ന് ചോദിക്കാൻ, അതെങ്ങനെ ക്രിയാത്മകമായി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ ഒരു ചർച്ച നടത്താൻ UPA ഗവൺമെന്റിനേക്കാൾ കൂടുതൽ 224% വർധനവ് കേരളത്തിന് ഇങ്ങനെ നികുതി ഇനത്തിൽ കിട്ടിയിട്ട് ആ തുക ഏത് രീതിയിൽ വ്യവസ്ഥാപിതമായി വിനിയോഗിച്ചു എന്ന് ചോദിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ 1 ഡസൻ MLA-മാർ അതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോൾ ആ സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഞങ്ങൾ വിജയിക്കുന്നതിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഞങ്ങൾക്കെതിരായിട്ടുള്ള ചർച്ചകൾ കൊഴിപ്പിക്കുക എന്നുള്ള ഇടതുപക്ഷ വലതുപക്ഷ തന്ത്രങ്ങളോടൊപ്പം ദൗർഭാഗ്യവശാൽ ചില മാധ്യമങ്ങൾക്ക് കൂടി ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞകാല വാർത്തകൾ അതാണ് സൂചന നൽകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ സാധാരണഗതിയിൽ ഞങ്ങൾക്കിതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് കരുത്തരായിട്ടുള്ള ബൂത്ത് കമ്മിറ്റി പ്രവർത്തനമുണ്ടെങ്കിലോ. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീമാൻ അമിത്ഷാജി കേരളത്തിൽ വന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക, 5-അംഗ സമിതി ഉണ്ടാവുക. ആ 5-അംഗ സമിതിയിലൂടെ ജനങ്ങളുടെ മീഡിയേറ്റർമാരായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മാറുക. ഈ ദൗത്യം ഏറ്റെടുക്കണം. സമയക്കുറവ് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ മറ്റ് വിഷയങ്ങൾ കൂടി അങ്ങയോട് ചോദിക്കണമെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ കേരള സർവകലാശാലയിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അങ്ങ് അതിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഈ SFI, ഗവർണർ, വൈസ് ചാൻസലർ, സർക്കാർ, അങ്ങനെ ഒരു പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തുടക്കം ഭാരതാംബ വിവാദവുമാണ്. അങ്ങേക്ക് അറിയാവുന്ന പോലെ തന്നെ രാജ്ഭവനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ മന്ത്രി P. പ്രസാദ് ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് മുതൽ തുടങ്ങുന്ന ഒരു വിഷയമാണ്. പിന്നീട് മന്ത്രി V. ശിവൻകുട്ടിക്ക് സമാനമായി അതിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. പിന്നീട് അത് സർവകലാശാലയിലേക്കും വ്യാപിക്കുന്നുണ്ട്. ഇപ്പോഴും മന്ത്രി V. ശിവൻകുട്ടി ഭാരതാംബയെ ഈ പറയുന്നത് ഒരു സാരി ഉടുത്ത ഒരു സഹോദരി അങ്ങനെയാണ് കണക്കാക്കുന്നതുമൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഭാരതാംബ വിവാദം, അതൊക്കെ ഒഴിവാക്കാവുന്നതായിരുന്നില്ലേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഇപ്പോൾ ഈ സർവകലാശാലയിൽ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ BJPയുടെ ഒരു നിലപാട് എന്താണ്? നോക്കൂ, അത് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവർക്ക് ചരിത്രത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഭാരതാംബ എന്ന് പറയുന്നത് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഭാരതാംബയല്ല. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ ഭാരതാംബയാണ്. ആ ഭാരതാംബയെക്കുറിച്ച് 1921 കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള വന്ദേമാതര ഗാനത്തിൽ നിന്ന് സുജലയും സുബലയും
അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന വന്ദേ മാതരത്തിൻ്റെ ഈരടികളോടൊപ്പം ചേർത്ത് നിർത്തിയിരുന്ന ദുർഗയായിട്ട് വിശേഷിപ്പിച്ച, ലക്ഷ്മിയായിട്ട് വിശേഷിപ്പിച്ച, അതുപോലെ തന്നെ സരസ്വതിയായിട്ട്, വീണാദായിനിയായിട്ട് വിശേഷിപ്പിച്ച ആ പോർഷൻ എടുത്തു മാറ്റണമെന്ന് കോൺഗ്രസിൻ്റെ കാക്കിനാടയിലെ 1921 സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീമാൻ ഷൗക്കത്ത് അലിയാണ്. അതിനെ തുടർന്ന് ആ പോർഷൻ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായി ഈ രചന നിർവഹിച്ച, നമ്മുടെ ഭാരതാംബയെക്കുറിച്ചുള്ള ആ പുണ്യമായിട്ടുള്ള രചന നിർവഹിച്ചിട്ടുള്ള വ്യക്തി പോലും ദുഃഖത്തിലായിരുന്നു. എന്നാൽ കാക്കിനാട സമ്മേളനത്തിന് ശേഷവും ഇന്നും കോൺഗ്രസുകാർ അംഗീകരിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്ന ആരാധനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള മഹാത്മാഗാന്ധി ഉണ്ടല്ലോ. ആ മഹാത്മാഗാന്ധി 1936 വാരണാസിയിൽ ഭാരതാംബയുടെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്ത ക്ഷേത്രത്തിന്റെ മുന്നിൽ മൈഥിലി ശരൺ ഗുപ്ത എന്ന് പറയുന്ന കവിയുടെ പോയിന്റുകൾ അവിടെ ഇപ്പോഴും വിരചിതമായിട്ടുണ്ട്. അത് കോൺഗ്രസുകാർക്ക് പോയാൽ നോക്കിക്കാണാൻ സാധിക്കും. അപ്പൊ ഈ കാവ്യ നിറം എന്ന് പറയുന്നത് അതെന്താണ്? 47 ശേഷമുള്ള ഭാരതാംബയല്ല. നമ്മുടെ കാവ്യം എന്ന് പറയുന്നത് സർവസംഘ പരിത്യാഗത്തിന്റെ നിറം, സൂര്യോദയത്തിന്റെ നിറം, അരുണ നിറം, എല്ലാം ഉണ്ടായിട്ടും എല്ലാം വേണ്ടെന്ന് വെക്കുന്ന നമ്മുടെ പൂർവികരുടെ പൈതൃകത്തിന്റെ നിറം. അതാണ് ഇവർക്കത് മനസ്സിലായിട്ടില്ല. അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ, എന്തിനാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ കഥ പറയുന്നത്, ചരിത്രം പറയുന്നത്? അത് തിന്മയുടെയും നന്മയും ചേർന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം നടന്നാൽ നന്മ വിജയിക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ് കുരുക്ഷേത്ര യുദ്ധഭൂമി. ആ യുദ്ധഭൂമിയിൽ നിലനിന്നിരുന്ന ഒരു നിറം എന്ന് പറയുന്നത് അതെന്താണ്? എനിക്കൊന്നും വേണ്ട, രാഷ്ട്രായ സ്വാഹ, എല്ലാം രാജ്യത്തിൻ്റെതാണ്, എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ്, സമൂഹത്തിൻ്റെതാണ് എന്ന് പറയുന്ന വസുദൈവ കുടുംബകം എന്ന് പറയുന്ന സങ്കല്പം നമ്മുടേതാണ്. നമ്മുടെ മന്ത്രം എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അമേരിക്കയിൽ ഇരിക്കുന്ന ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസൽമാൻ സഹോദരന്മാരും ഗവർണർ ഈ വിഷയത്തിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ എന്താണ് BJPയുടെ നിലപാട്? ഇപ്പോൾ വൈസ് ചാൻസലർ ഒരു നിലപാട് സ്വീകരിക്കുന്നു, ഗവർണർ, വൈസ് ചാൻസലർ ഒക്കെ ഒരു വശത്ത് നിൽക്കുന്നു, SFI, സർക്കാർ, CPM ഒക്കെ ഒരു വശത്ത് നിൽക്കുന്നു. ഈ ഒരു വിഷയത്തിൽ എന്താണ് BJPയുടെ സ്റ്റാൻഡ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ സർവകലാശാലയ്ക്കകത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ആളുകൾക്ക് വളരെ വലിയ ദൗത്യബോധമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇതിനു മുൻപും ഒരു ഗവർണർ കേരളത്തിലുണ്ടായിരുന്നു. ഇവരെന്താ പറഞ്ഞത്? ആ ഗവർണർ കേരളം വിട്ടു പോകുന്ന സമയത്ത് അന്നത്തെ കേരളത്തിൻ്റെ ഒരു ശാരീരിക ഭാഷ എന്തായിരുന്നു? തീർച്ചയായിട്ടും വീണ്ടും പുതിയൊരാൾ വരുന്ന സമയത്ത് ഇവർ ആഗ്രഹിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിക്ക് ഓശാന പാടുന്ന ഒരു ഗവർണറായിട്ട് ഗവർണർക്ക് ഇരിക്കാൻ സാധിക്കില്ല. ഗവർണർക്ക് ഗവർണറുടേതായിട്ടുള്ള തീരുമാനമുണ്ടാകും. ആ തീരുമാനം അദ്ദേഹമാണ് ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലൂടെ കടന്നു പോകും. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ ഗവർണറെ നിയന്ത്രിക്കാനുള്ള ഒരു പാർട്ടിയോ കാര്യങ്ങൾക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കേണ്ട ഒരു പാർട്ടിയോ അല്ലല്ലോ. കാരണം ഗവർണർ എത്രയോ ഉന്നതനാണ്, ഉയർച്ചയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നിലപാടെടുക്കട്ടെ. എന്നാൽ ഇവിടെ SFIയെ കൊണ്ടും DYFIയെ കൊണ്ടും ഗവർണറെ തെരുവിൽ തടയിക്കാനോ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി തയ്യാറാവുക എന്ന് പറയുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നത് BJP തെരുവിലിറങ്ങുമെന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടും DYFIയുമായിട്ടും SFIയുമായിട്ടും ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് ഞങ്ങളെ റോഡിലിറക്കാമെന്നാണ് തീരുമാനമെങ്കിൽ അതല്ല ഞങ്ങളുടെ ജോലി. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജോലിക്കാരെ പോലെ പ്രവർത്തിക്കും. ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രവർത്തിച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ട് BJP അധികാരത്തിലേക്ക് വരിക. എന്തിനു വേണ്ടിയിട്ടാണ്? ധാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി BJPക്ക് മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ച് NDAയുടെ മുഖ്യമന്ത്രിയെ കസേരയിലിരുത്താൻ വേണ്ടിയിട്ടല്ല. ഉത്തർപ്രദേശിലെ യോഗി ചെയ്യുന്നത് പോലെ ചെളിയോരത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കൈകളിൽ നിന്ന് പരാതി സ്വീകരിച്ച് 21 ദിവസത്തിനകം പരാതിക്ക് തീരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾക്ക് ഉത്തർപ്രദേശും രാജസ്ഥാനും അതുപോലെ തന്നെ മധ്യപ്രദേശും ഹരിയാനയും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശും ഉൾപ്പെടെയുള്ള 10-16 സ്റ്റേറ്റുകൾ ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ആഗ്രഹമുണ്ട് 20% വോട്ടിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇത് ജനം നൽകിയതാണ്, ജനമാണ് ഇവിടുത്തെ കാവൽക്കാർ. ആ വോട്ടിനെ ഞങ്ങൾ 40%-ത്തിലേക്ക് എത്തിച്ചുകൊണ്ട് നിയമസഭയിൽ ഞങ്ങൾ ഒരു ഭരണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ സങ്കല്പം. നിലപാട് വ്യക്തമാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ. ഒരൊറ്റ കാര്യം കൂടിയാണ്, ഇപ്പോൾ ഈ നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടലുണ്ടായി. നമുക്ക് ആ വധശിക്ഷ, യമന്റെ വധശിക്ഷ അത് നീട്ടിവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ചർച്ചകൾ ഇപ്പോഴും തുടരുകയുമാണ്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചു. ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളും ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്ത കാര്യങ്ങളും ഒക്കെ സുപ്രീം കോടതി അറിയിച്ചിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഒരു കാലതാമസം ഉണ്ടായോ ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന്?
നോക്കൂ, ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഇടപെടുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ NRI സെല്ലിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ശ്രീമാൻ സജീവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എത്രയോ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ കാര്യത്തിൽ ഇടപെടലുണ്ടായി. എന്നാൽ ഒരു കാര്യം നമുക്ക് ശ്ലാഘനീയമാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കുപോക്കുകളെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു പോസിറ്റീവ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കാന്തപുരം മുസ്ലിയാറിന് രംഗപ്രവേശം ചെയ്യാൻ സാധിച്ചു. അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടും അദ്ദേഹത്തിന് വളരെ ഹൃദയപൂർവ്വം നന്ദിയും അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മുടെ ഗവൺമെൻറ് നീങ്ങുന്നതിനോടൊപ്പം തന്നെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അബൂബക്കർ മുസ്ലിയാർ സാഹിബിന് നീങ്ങാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും നിമിഷപ്രിയയ്ക്ക് ഗുണകരമായി. അത് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ വാർത്തയെ നോക്കിക്കാണുന്നത്. തീർച്ചയായും ശ്രീമതി ശോഭ സുരേന്ദ്രൻ, നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് വാർത്ത ഇനിയും യമനിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് സന്തോഷം അങ്ങ് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഇത്രയും സമയം ചെലവഴിച്ചതിനും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. വളരെ സന്തോഷം. ചാനൽ അതിഗംഭീരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങട്ടെ. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ അത് കൂടുതൽ കേരളത്തിൽ പ്രോജ്വലമാകട്ടെ. എല്ലാ ടീം അംഗങ്ങൾക്കും ഞാൻ എൻ്റെ ആശംസ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.